ബ്രൊമാൻസ്. തോമസ് പി സെബാസ്റ്റ്യനും രവീഷ് നാഥും ചേർന്ന് സ്ക്രിപ്റ്റ് ചെയ്ത് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് അരുൺ ടി ജോസ് ഡയറക്ട് ചെയ്തിട്ടുള്ള മൂവിയാണ്. അരുൺ ടി ജോസിനെ അറിയാലോ, അദ്ദേഹം മുൻപ് 18+ അതുപോലെ തന്നെ ജോയ് ആൻഡ് ജോ പോലുള്ള മൂവിയൊക്കെ എടുത്തിട്ട് ഒരു ഓളത്തിൽ നമ്മളെങ്ങനെ കൊണ്ടുപോയിട്ടുള്ള ഡയറക്ടറാണ്. ഇദ്ദേഹത്തിന്റെ 3ാമത്തെ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ലോജിക്കും കാര്യങ്ങളും ഒന്നും നോക്കാണ്ട് തുടക്കം മുതൽ അവസാനം വരേക്കും ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മൂവി. എൻജോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ചിരിച്ചുകൊണ്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഫൺ റൈഡ് മൂവി. കുറച്ച് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊരു സിനിമയൊക്കെ കാണാൻ പറ്റുന്നത്. തുടക്കം മുതൽ അവസാനം വരേക്കും ആ ഒരു മൂഡ് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയ കുറെ ആർട്ടിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രേമലൂലിയൊക്കെ സംഗീതമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര രസമുള്ളതാണ്, ഞാൻ പറയാം. അപ്പൊ സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് ഷിൻഡോ ബിൻഡോ എന്ന് പറയുന്ന 2 സഹോദരന്മാരുടെ കഥയാണ്. ഷിൻഡോ എന്ന് പറയുന്നത് മൂത്ത സഹോദരനാണ്, ബിൻഡോ അനിയനാണ്. ബിൻഡോ ആയിട്ട് വരുന്നത് മാത്യു തോമസ് ആണ്. അപ്പൊ സാധാരണ സിനിമകളെ വെച്ച് നോക്കുകയാണെങ്കിൽ മാത്യു തോമസ് ഇതുവരെയുള്ള എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്തിട്ട് ഒരു പുതിയ പാറ്റേൺ ആണ് ഇത്തവണ പിടിച്ചിട്ടുള്ളത്. കോമഡി നല്ല രീതിക്ക് വർക്ക് ആയിട്ടുണ്ട്, നല്ല രസമായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. +2 ഒക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാണ്ട് കുടുംബവും കാര്യങ്ങളൊന്നും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാണ്ട് കീലേരി അച്ചു എന്ന് പറയുന്ന ഒരു ഫേക്ക് ഐഡി ഒക്കെ ആയിട്ട് ജീവിക്കുന്ന, റീൽസ് ഒക്കെ എടുത്ത് ജീവിക്കുന്ന ഒരു പയ്യൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പയ്യന്റെ ലൈഫിൽ അവന്റെ ബ്രദറിനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഭയങ്കര ബഹുമാനത്തോടു കൂടി കാണുന്ന, നാട്ടുകാർക്കൊന്നും പ്രത്യേകിച്ച് കുറ്റം പറയാനില്ലാത്തൊരു ക്ലീൻ ഇമേജ് ഉള്ള ഷിൻഡോ എന്ന് പറയുന്ന ബ്രദർ. ആ ബ്രദറിനും ഈ പറയുന്ന ബിൻഡോ എന്ന് പറയുന്ന 2 പേർക്കും ഇടയിലുള്ള ഒരു ആത്മബന്ധം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഷിൻഡോ എന്ന് പറയുന്ന മൂത്ത സഹോദരനെ കാണാതെ ആവുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഷിൻഡോയെ അന്വേഷിച്ചുള്ള ബിൻഡോയുടെയും ഒപ്പമുള്ള ഐഷു അതുപോലെ തന്നെ ഷെബീർ, ഇങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സിന്റെ ഒക്കെ യാത്രയാണ് കാണിക്കുന്നത്. പല ഏരിയകളിലൂടെയുള്ള യാത്രകളും ഭയങ്കര രസമായിട്ട് ആ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ മാത്യു തോമസിനെ പോലെ തന്നെ ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ലൗഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് എല്ലാം. ഇപ്പൊ അതുപോലെ തന്നെ അർജുന അശോകന്റെ ക്യാരക്ടർ ഷെബീർ എന്ന് പറയുന്ന ക്യാരക്ടർ ഫസ്റ്റ് ഹാഫിലൊക്കെ വളരെ പതുങ്ങിയ ക്യാരക്ടറാണ്. സെക്കൻഡ് ഹാഫിൽ അങ്ങോട്ട് നിറഞ്ഞാടുക ഇൻ ദ സെൻസ് പുള്ളി അങ്ങ് അഴിഞ്ഞാടുകയാണ്. ഉന്മാദം ബാധിച്ച ആ ലെവലില് നല്ല രസമായിട്ട് കോമഡി ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സെക്കൻഡ് ഹാഫിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്. അതുപോലെ മഹിമ നമ്പ്യാർ സാധാരണ ഉള്ള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം പുള്ളിക്കാരിയുടെ തന്നെ സ്ഥായി ആയിട്ടുള്ള നമ്മുടെ കാസർഗോഡ് സ്ലാങ് ഒക്കെ പിടിച്ചിട്ട് അത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരി അത് പറയുന്ന രീതിയാണെങ്കിലും അത് അവര് എടുത്തു വെച്ചിരിക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ നല്ല രസമുണ്ട്. അപ്പം ആ ഒരു കാസർഗോഡ് സ്ലാങ് വെച്ച് മഹിമയ്ക്ക് ഓഡിയൻസിന്റെ ഇടയിൽ ഒരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹിമ ഇത്തവണ ആക്ഷൻ സംഭവമൊക്കെ ഒന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരിക്ക് ആക്ഷൻ സംഭവം നന്നായിട്ട് വഴങ്ങും എന്നുള്ളത് ഈ മൂവി കാണിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് സംഗീത് പ്രതാപാണ്. അറിയാലോ, നമ്മുടെ പ്രേമലു എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഏറ്റവും അധികം കയ്യടി നേടിയിട്ടുള്ള ആളാണ് സംഗീത് പ്രതാപ്. അപ്പോ സംഗീത് പ്രതാപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമയിലെ നായകന്റെ കൂടെ ഒരു സഹതാരമായിട്ട് സംഗീത് പ്രതാപിനെ വെച്ചു കഴിഞ്ഞാൽ ആ സിനിമ ഹിറ്റ് അടിക്കാനുള്ള ചാൻസ് 100% ആണെന്ന് പറയേണ്ടി വരും. ഇപ്പൊ പ്രേമലു സിനിമയ്ക്കകത്ത് നായകനോളം തന്നെ ഓഡിയൻസ് എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് സംഗീത് പ്രതാപ്. ഈ സിനിമയ്ക്കകത്താണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകളുടെ കയ്യടി വാങ്ങിക്കാൻ പറ്റുന്നതും ആ ഒരു ഇഷ്ടം വാങ്ങാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരാളാണ് സംഗീത് പ്രതാപ്. സംഗീതിന്റെ ഓരോ കൗണ്ടറുകളും ഭയങ്കര രസമാണ്. തിയേറ്ററിൽ ഭയങ്കരമായിട്ടുള്ള കയ്യടികളും ചിരികളൊക്കെ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പൊ പുള്ളിയുടെ ആ ഒരു ഹരിഹര സുധ എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ അടിപൊളിയായിരുന്നു. പുള്ളിയുടെ ആ ഒരു കോമഡി ട്രാക്ക് ഒക്കെ നൈസ് ആയിരുന്നു. അതുപോലെ തന്നെ കലാഭവൻ ഷാജോണ് ഇച്ചിരി മാസാണ്, അതേസമയം കോമഡിയാണ്. രണ്ടും അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ടോണി എന്ന് പറയുന്ന വിനു പപ്പ് ചെയ്യുന്ന ക്യാരക്ടർ അതും നൈസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ ഈ ഒരു ആർട്ടിസ്റ്റുകളുടെ നിറഞ്ഞാട്ടം വലിയ ക്യാൻവാസിലുള്ള മൂവിയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള എല്ലാ സ്പേസും ഈ മൂവിക്കകത്തുണ്ട്. എല്ലാവരും തകർത്ത് പെർഫോം ചെയ്തിട്ടുള്ള മൂവി കൂടിയാണ്. പിന്നെ സിനിമയ്ക്കകത്ത് ഭരത്, ബൊപ്പണ്ണ, ശ്യാം മോഹൻ, രശ്മി ബോബൻ ഇങ്ങനെയുള്ളവരൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിരുന്നു. ശ്യാം മോഹനാണ് നമ്മുടെ സഹോദരൻ ക്യാരക്ടർ ആയിട്ടുള്ള ഷിൻഡോ ആയിട്ട് വന്നിട്ടുള്ളത്. ശ്യാമിന്റെ പെർഫോമൻസ് കൊള്ളായിരുന്നു. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ തോമസ് പി സെബാസ്റ്റ്യന്റെയും രവീഷ് നാഥിന്റെയും ഡയലോഗ്സിനെ കുറിച്ച് പറയേണ്ടി വരും. പുതിയൊരു തലമുറയുടെ വൈബ് മീറ്ററൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് അനുസരിച്ചാണ് ഡയലോഗ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗോവിന്ദ് വസന്തയുടെ സംഗീതം വൈബ് മൂഡാണ്. അടിപൊളിയായിട്ട് ആ വൈബൊക്കെ പിടിച്ച് നമ്മളെ കൂടി ആ ഒരു കോമഡി ട്രാക്കിലേക്കും അല്ലെങ്കിൽ യൂത്തിന്റെ ആ ഒരു ഇതിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പശ്ചാത്തല സംഗീതം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അഖിൽ ജോർജ് ആണ് DOP, ഷമൽ ചാക്കോ ആണ് എഡിറ്റർ. ഷമൽ ചാക്കോ ഇപ്പോൾ വരുന്ന ഒരുവിധം എല്ലാ സിനിമകളുടെയും എഡിറ്റർ ആണ്. അപ്പൊ എല്ലാ സിനിമകളെയും പോലെ തന്നെ ഇതിനകത്തും സാങ്കേതികപരമായിട്ട് അടിപൊളിയായിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത്. അഖിൽ ജോർജും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സോ ടെക്നിക്കലി നോക്കുമ്പോൾ ഇറ്റ്സ് ഗുഡ് വർക്ക് എന്ന് പറയേണ്ടി വരും. അപ്പം സിനിമ
നല്ല സിനിമയാണ്, എന്റർടൈൻമെന്റ് ആണ്, ഫൺ റൈഡ് ആണ്. ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോയിട്ട് അങ്ങനെ ആ ഒരു വൈബ് പിടിക്കാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്ന, പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും വരാത്ത, സമയനഷ്ടം പണനഷ്ടമൊന്നും ഉണ്ടാക്കാത്ത സിനിമയാണ് ബ്രൊമാൻസ്.